ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അറിയാമല്ലോ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം PSC എക്സാമുകൾ എഴുതുന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അത് അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ടും ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എ റെഡ് ആൻഡ് യെല്ലോ ബേർഡ് സിറ്റിംഗ് ഓൺ ദ ട്രീ ബ്രാഞ്ച്. എ റെഡ് ആൻഡ് യെല്ലോ ബേർഡ് ഡാഷ് സിറ്റിംഗ് ഓൺ ദ ട്രീ ബ്രാഞ്ച്. ഇപ്പോൾ ഇവിടെ ഏത് വെർബാണ് യൂസ് ചെയ്യുന്നത്? ഈസ് ഉണ്ട്, ആറ്, വേർ, ഹാസ് ബീൻ. ഏതായിരിക്കും? അപ്പോൾ ഒരു റൂളുണ്ട്, അത് പഠിച്ചോണം കേട്ടോ. ഇപ്പം നമ്മൾ ചാടിക്കയറി ഇവിടെ പ്ലൂറലാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആൻഡ് വന്നിട്ടുണ്ട്, എ റെഡ് ആൻഡ് യെല്ലോ ബേർഡ്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ എന്താ തോന്നും? ഒരു ചുവന്ന കിളിയും ഒരു മഞ്ഞ കിളിയും അല്ലേ, രണ്ട് കിളികളുണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ട് പ്ലൂറലാണെന്ന് വിചാരിച്ച് ആറോ വേറോ എഴുതും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സിംഗുലറാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണുകളെ കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ റെഡിനെയും യെല്ലോനെയും കണക്ട് ചെയ്യണം അല്ലേ. ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണിനെ കണക്ട് ചെയ്യാൻ നേരത്ത് അതിൽ ആദ്യത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ ആർട്ടിക്കിളോ പൊസസീവ് അഡ്ജക്റ്റീവോ വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിരിക്കും കേട്ടോ. സിംഗുലർ ആയിരിക്കും, അതായത് ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു കിളിയേ ഉള്ളൂ, ആ ഒറ്റ കിളിക്ക് തന്നെയാണ് എ റെഡ് ആൻഡ് യെല്ലോ ബേർഡ് എന്ന് പറയുന്നത്. ഒറ്റ കിളിയായിട്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് ഉപയോഗിച്ച് ഇപ്പോൾ എ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് പ്ലൂറലായിട്ട് എടുക്കാം. എ ഇല്ലെന്ന് കൂട്ടിയോ, റെഡ് ആൻഡ് യെല്ലോ ബേർഡ് എന്നേ ഉള്ളൂവെങ്കിൽ ഇത് പ്ലൂറലാണ്. ഓക്കെ, അപ്പം ഈ ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണുകൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ എ ഉണ്ടല്ലേ, എ റെഡ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ സബ്ജക്റ്റിൻ്റെ കൂടെ ആർട്ടിക്കിൾസോ പൊസസീവ് അഡ്ജക്റ്റീവ്സോ ഉണ്ടെങ്കിൽ ഇത് സിംഗുലറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ റെഡ് ആൻഡ് യെല്ലോ ബേർഡ് എന്ന് പറയുന്നത് സിംഗുലറാണ്, ഒരു ബേർഡിനെ തന്നെയാണ് പറയുന്നത്. എ റെഡ് ആൻഡ് യെല്ലോ ബേർഡ് ഡാഷ് സിറ്റിംഗ് ഓൺ ദ ട്രീ ബ്രാഞ്ച്. അപ്പം സിംഗുലറാണ്. അപ്പോൾ വെർബ് ഏത് വരും? ഇവിടെ സിംഗുലറായിട്ടുള്ളത് ഓപ്ഷൻ എയും ഡിയും ഉണ്ടല്ലേ, ഈസും ഹാസ് ബീനും. അപ്പോൾ ഹാസ് ബീന് നമ്മൾ യൂസ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ടൈം എക്സ്പ്രഷനൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ഹാസ് ബീന് നമ്മൾ യൂസ് ചെയ്യത്തില്ല അല്ലേ. ഹാസ് ബീൻ യൂസ് ചെയ്യത്തില്ല, ഈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈസ്, ഓപ്ഷൻ എ ആണ് ആൻസർ, ഈസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം, ബേർഡ് ഡാഷ് സിറ്റിംഗ് അല്ലേ. ഈ സിറ്റിംഗ് എന്ന് പറയുന്നത് ING ഫോമിലെ വെർബാണ്. അപ്പം ഈസിൻ്റെ കൂടെ എപ്പോഴും വരുന്നത് എന്താണ്? ഈസിൻ്റെ കൂടെയൊക്കെയാണ് ഈ ING ഫോമിലെ വെർബ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹാസ് ബീൻ യൂസ് ചെയ്യാത്തത് ഇവിടെ സിംഗുലറായിട്ടുള്ളത് ഓപ്ഷൻ എയും ഡിയും ആണ്, ഈസും ഹാസ് ബീന് വരണമെങ്കിൽ അവിടെ എന്തെങ്കിലും ടൈം എക്സ്പ്രഷൻ സൂചിപ്പിക്കണമായിരുന്നു. ഇപ്പോൾ ഇവിടെ ടൈം എക്സ്പ്രഷൻ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ, ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 70% ഓഫ് ദി ടീച്ചേഴ്സ് ഡാഷ് ടോട്ട് ഇൻ അതർ കൺട്രീസ്. 70% ഓഫ് ദ ടീച്ചേഴ്സ് ഡാഷ് ടോട്ട് ഇൻ അതർ കൺട്രീസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൻ്റ് എന്ന വേർഡ് വേണം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 70% പേഴ്സൻറ്റേജിനേക്ക് ശേഷം പേഴ്സൻറ്റേജ് സെൻറ്റൻസിൽ വരുമ്പോൾ അതിന് ശേഷമുള്ള നൗണ് നോക്കുക. എന്താണ് ഇവിടെ നൗണ്? 70% ഓഫ് ദ ടീച്ചേഴ്സ് ആണല്ലേ, ടീച്ചേഴ്സ് പ്ലൂറലാണല്ലേ, പ്ലൂറൽ. അപ്പം പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻസിൽ നിന്ന് ഹാസും റിമൂവ് ചെയ്യാം, മാസ് റിമൂവ് ചെയ്യാം. അത് രണ്ട് സിംഗുലറാണ്. പിന്നീടുള്ളത് ഇത് ഹാസ് ബീനും സിംഗുലറാണ് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹാവ്. ഓക്കെ, അപ്പോൾ 70% ഓഫ് ദി ടീച്ചേഴ്സ് ഡാഷ് ടോട്ട് ഇൻ അതർ കൺട്രീസ്. അപ്പോൾ 70% ഒക്കെ വരുമ്പോൾ പേഴ്സൻറ്റേജിന് ശേഷം വരുന്ന നൗണ് എന്താണെന്ന് നോക്കുക. നൗണ് പ്ലൂറലാണോ സിംഗുലറാണോ നോക്കുക. ഇവിടെ ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് പ്ലൂറലാണ്. പ്ലൂറലായതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻസിൽ പ്ലൂറലായിട്ടുള്ളത് ഹാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാവ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. either your brothers or mother going to buy a new flat. either your brother or mother going to buy a new flat. ഇവിടെ ഏതായിരിക്കും വെർബ് വരുന്നത്?
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്തർ ഓർ വരുമ്പോൾ എയ്തർ ഓർ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബ് ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എയ്തർ ഓർ ഇവിടെ എയ്തർ ഓർ വന്നിട്ടുണ്ടല്ലേ, എയ്തർ ഓർ വന്നിട്ടുണ്ട്. അപ്പോൾ എയ്തർ ഓർ വരുമ്പോൾ എയ്തർ ഓർ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കും വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ നോക്കി നോക്കാം, ഇവിടെ ഡാഷ് എയ്തർ യുവർ ബ്രദേഴ്സ് ഓർ മദർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മദറാണ് വരുന്നത് അല്ലേ, മദർ സിംഗുലർ. അപ്പം പലരും ഇവിടെ ചാടിക്കയറി സിംഗുലർ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും എന്ത് ഓർത്ത് വയ്ക്കണം, ഡാഷിന് അടുത്തുള്ള നൗൺ ഏതാണെന്ന് നോക്കുക. ഈ എയ്തർ ഓർ വരുമ്പോൾ ഡാഷിന് അടുത്തുള്ള, ഇവിടെ ഡാഷ് ആദ്യമേ കിടക്കണമല്ലേ, അപ്പോൾ ഡാഷിന് അടുത്തുള്ള നൗൺ ഏതാണെന്ന് നോക്കി വെർബ് എഴുതുക കേട്ടോ. ഇപ്പം എയ്തർ ഓർ എന്ന റൂള് പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് എയ്തർ ഓർ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എഴുതണമെന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. സംഭവം അങ്ങനെ തന്നെയാണ്, രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് തന്നെയാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഉത്തരം, ഇപ്പോൾ ഇവിടെ നിങ്ങൾ അങ്ങനെ എഴുതി നോക്കൂ. എയ്തർ ഓർ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവിടെ കിടക്കണം മദറാണ്, മദർ സിംഗുലർ എന്ന് പറഞ്ഞ് വാസ് അല്ലെങ്കിൽ ഹാസ്, ഈസ് അല്ലെങ്കിൽ വാസ് നിങ്ങൾ എഴുതും, അല്ലെങ്കിൽ ഹാസ് എഴുതും. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ തെറ്റും, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ തെറ്റും. അപ്പം എയ്തർ ഓർ വരുന്ന സമയത്ത് ഡാഷിൻ്റെ അടുത്ത് ഏത് നൗണാണ് കിടക്കുന്നതെന്ന് നോക്കുക. ഡാഷിൻ്റെ അടുത്തുള്ള നൗൺ ഏതാണ് ഇവിടെ, ഡാഷ് എയ്തർ യുവർ ബ്രദേഴ്സ് ആണല്ലേ, ഡാഷിൻ്റെ അടുത്ത് ബ്രദേഴ്സ്, യുവർ ബ്രദേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രദേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നൗണാണ്, പ്ലൂറലാണല്ലേ. അപ്പം ഇവിടെ ഓപ്ഷൻസിലപ്പം അങ്ങനെ പ്ലൂറലാകുമ്പോൾ വെർബ് യൂസ് ചെയ്യണം, പ്ലൂറൽ യൂസ് ചെയ്യണം അല്ലേ. ഓപ്ഷൻസിൽ ഏതാ പ്ലൂറലായിട്ടുള്ളത്, ഓപ്ഷൻ ഡി മാത്രമാണ് പ്ലൂറൽ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആറാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഡാഷ് എയ്തർ യുവർ ബ്രദേഴ്സ് ഓർ മദർ ഗോയിങ് ടു ബൈ എ ന്യൂ ഫ്ലാറ്റ്. അപ്പം എയ്തർ ഓർ വരുന്ന സമയത്ത് ഡാഷിന് അടുത്ത് ഏത് നൗണ് കിടക്കുന്നു എന്ന് നോക്കി ഉത്തരം എഴുതുക കേട്ടോ, വെർബ് എഴുതുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. It is not the teachers but the director of the school who dash on the course schedule. It is not the teachers but the director of the school who dash on the course schedule. ഇവിടെ ഏതായിരിക്കും വെർബ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ നോക്കുക ഹൂന് മുന്നിൽ ആരാണ് കിടക്കുന്നതെന്ന് നോക്കുക. ഹൂന് മുന്നിൽ കിടക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ടീച്ചേഴ്സ് ബട്ട് ദ ഡയറക്ടർ ഓഫ് ദ സ്കൂൾ. ഹൂന് മുന്നിലായിട്ട് കിടക്കുന്നത് ഡയറക്ടർ ഓഫ് ദ സ്കൂള് അല്ലേ, ഡയറക്ടർ ഓഫ് ദ സ്കൂള് സിംഗുലറാണ് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദ ടീച്ചേഴ്സ് ബട്ട് ദ ഡയറക്ടർ ഓഫ് ദ സ്കൂൾ ഹൂ, അദ്ദേഹത്തെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദ ടീച്ചേഴ്സ് ബട്ട് ദ ഡയറക്ടർ ഓഫ് ദ സ്കൂൾ ഹൂ ഡാഷ് ഓൺ ദ കോഴ്സ് ഷെഡ്യൂൾ, തീരുമാനിച്ചു, അദ്ദേഹമാണ് തീരുമാനിച്ചത്. ഇറ്റ് ഈസ് നോട്ട് ദ ടീച്ചേഴ്സ് ബട്ട് ദ ഡയറക്ടർ ഓഫ് ദ സ്കൂൾ. അപ്പോൾ ഡയറക്ടർ ഓഫ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ സിംഗുലറാണ്. അപ്പോൾ ഓപ്ഷൻസിൽ ഇവിടെ സിംഗുലറായിട്ട് ഏതാ ഉള്ളത്, ഓപ്ഷൻ ബി ആണല്ലേ, ഡിസൈഡ്സ്. സിംഗുലർ വെർബ് ഡിസൈഡ്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ്സ് നോട്ട് ദ ടീച്ചേഴ്സ് ബട്ട് ദ ഡയറക്ടർ ഓഫ് ദ സ്കൂൾ ഹൂ, ഡയറക്ടർ ഓഫ് ദ സ്കൂൾ ഹൂ. അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിച്ചതെന്നാണ് പറയുന്നത്, കോഴ്സ് ഷെഡ്യൂൾ തീരുമാനിച്ചത് അദ്ദേഹമാണ്, ഡയറക്ടർ ഓഫ് ദ സ്കൂൾ. അപ്പം ഡയറക്ടർ ഓഫ് ദ സ്കൂൾ എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. സിംഗുലറായിട്ടുള്ള ഡിസൈഡ്സ് എന്ന വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഈസ് ദ ഓൺലി വൺ ഓഫ് ദ നോവൽസ് ദാറ്റ് ഡാഷ് കണ്ടംപററി അപ്പീൽ. ദിസ് ഈസ് ദ ഓൺലി വൺ ഓഫ് ദ നോവൽസ് ദാറ്റ് ഡാഷ് കണ്ടംപററി അപ്പീൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഒൺലി ഒന്നാണ്, ദ ഒൺലി ഒൺ ഓഫ്, ദ ഒൺലി ഒൺ ഓഫ്. ദ ഒൺലി ഒൺ ഓഫ് വരുമ്പോൾ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. സിംഗുലർ വെർബ്, അതായത് ഒൺലി ഒൺ, ഇവിടെ ഒൺ ഓഫ് എന്ന് മാത്രം എടുക്കരുത്, ശ്രദ്ധിക്കേണ്ടത് ദ ഒൺലി ഒൺ ഓഫ് കേട്ടോ. ദ ഒൺലി ഒൺ ഓഫ്, ദ ഒൺലി ഒൺ ഓഫ് വരുമ്പോൾ നമ്മൾ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ, സിംഗുലർ. ഇപ്പോൾ സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്, ഓപ്ഷൻ സിയും ഡിയും ആണല്ലേ, ഹാസും വാസും. ഹാസും വാസും ആണ് സിംഗുലറായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാസ് ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹാസ്. അപ്പോൾ വാസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം, സെൻറ്റൻസിൻ്റെ മീനിങ് ചേഞ്ച് ആവും അല്ലേ. ദിസ് ഈസ് ദ ഓൺലി വൺ ഓഫ് ദ നോവൽസ് ദാറ്റ് ഹാസ് കണ്ടംപററി അപ്പീൽ എന്നാണ് വരുന്നത്.
അപ്പോൾ ദിസ് ഈസ് ദ ഓൺലി വൺ ഓഫ് ദ നോവൽസ് ദാറ്റ് ഹാസ് കണ്ടംപററി അപ്പീൽ. വാസ് എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ മീനിങ് ചേഞ്ച് ആവും, ആയിരുന്നു എന്ന് വരും. അപ്പം ഓപ്ഷൻ സി ഹാസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓയിൽ ആൻഡ് വാട്ടർ ഡാഷ്. ഓപ്ഷൻസ് ഡസ് നോട്ട് മിക്സ്, ഡു നോട്ട് മിക്സ്, ഈസ് നോട്ട് മിക്സിങ്, ആർ നോട്ട് മിക്സിങ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓയിൽ ആൻഡ് വാട്ടർ. ഇപ്പോൾ ഓയിൽ ആൻഡ് വാട്ടർ എന്താണ്? പ്ലൂറലാണല്ലേ ഓയിൽ ആൻഡ് വാട്ടർ. ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ നേരത്ത് പ്ലൂറലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുമ്പിലോ പിന്നിലോ ഒന്നും ഇത് നമ്മുടെ ആർട്ടിക്കിളോ പോസിറ്റീവ് അഡ്ജക്റ്റീവോ ഒന്നും വന്നിട്ടില്ല. അതിന് വന്നാലും ശ്രദ്ധിക്കുക, ഓയിലും വാട്ടറും രണ്ടും രണ്ടാണ് അല്ലേ. ഓയിലും വാട്ടറും നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ചായിരുന്നു. എന്താണ് റെഡ് ആൻഡ് യെല്ലോ ബേർഡ് എന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അവിടെ ആൻഡ് കണക്ട് ചെയ്യാൻ നേരത്ത് നമുക്കറിയാം റെഡും യെല്ലോയും ഒരു ബേർഡാണ്. ആ റെഡിൻ്റെ മുന്നിലായിട്ട് എ എന്നുള്ള ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എ റെഡ് ആൻഡ് യെല്ലോ ബേർഡ് എന്ന് പറയുമ്പോൾ ഒരു ബേർഡിനെ തന്നെയാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം ഓയിൽ ആൻഡ് വാട്ടർ എന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഓയിൽ എന്ന് പറയുമ്പോൾ വേറെയാണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അപ്പോൾ രണ്ടും ഒന്നാവൂല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗണുകളെ കണക്ട് ചെയ്യുമ്പോൾ പ്ലൂറലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓയിൽ ആൻഡ് വാട്ടർ. അപ്പോൾ പ്ലൂറൽ ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത്? നമുക്ക് സിംഗുലർ അപ്പം ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ എയും വരില്ല, സിയും വരില്ല. അത് രണ്ട് സിംഗുലറാണ്. പിന്നെ ഡു നോട്ട് മിക്സ്, ആർ നോട്ട് മിക്സിങ്. അപ്പോൾ ഓയിൽ ആൻഡ് വാട്ടർ ആർ നോട്ട് മിക്സിങ് എന്ന് പറയുമോ? ഓയിൽ ആൻഡ് വാട്ടർ ആർ നോട്ട് മിക്സിങ് എന്ന് പറയുമോ? ഇല്ല, തെറ്റാണത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡു നോട്ട് മിക്സ്. ഓയിൽ ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓയിൽ ആൻഡ് വാട്ടർ ഡു നോട്ട് മിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റൈസ്. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റൈസ്. ഓപ്ഷൻസ് വിന്ന്, ഹാസ് വോൺ, ഹാവ് വോൺ, വിൻസ്. ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇപ്പം കഴിഞ്ഞ തൊട്ടുമുമ്പ് പറഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഓയിൽ ആൻഡ് വാട്ടർ അതിനെ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്തത്. നമുക്കറിയാം ഓയിൽ എന്ന് പറയുന്നതും വാട്ടർ എന്ന് പറയുന്നതും സെപ്പറേറ്റ് ആണല്ലേ, വേറെയാണ്. ഇനി അടുത്ത സ്ലോ ആൻഡ് സ്റ്റഡി. ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ സ്ലോ ആൻഡ് സ്റ്റഡി, ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സ്ലോ ആൻഡ് സ്റ്റഡീനെ ഒരു സിംഗിൾ കോൺസെപ്റ്റാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. മാത്രമല്ല അതൊരു പ്രോവർബ് കൂടിയാണ്, പ്രോവർബ് കേട്ടോ. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സിംഗിൾ കോൺസെപ്റ്റായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റിൽ പറഞ്ഞ ഓയിൽ ആൻഡ് വാട്ടർ നമുക്കറിയാം ഓയിലും വാട്ടറും രണ്ടാണ്. അതുകൊണ്ട് നമ്മളവിടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്തത്. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുമ്പം ആൻഡ് ഉപയോഗിച്ചാണ് രണ്ട് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടിയും അത് ഒറ്റ കോൺസെപ്റ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിനൊരു കോൺസെപ്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബാണ്. ഇവിടെ സിംഗുലർ ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് പ്ലൂറൽ ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് ഹാസ് വോണും വിൻസും. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്നേ നമ്മൾ പറയത്തുള്ളൂ കേട്ടോ, വിൻസ്. ഹാസ് വോൺ എന്ന് പറയുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി റൈസിൽ ജയിച്ചു എന്ന് വരും, അത് അർത്ഥം മാറും. സ്ലോ ആൻഡ് സ്റ്റഡി ഹാസ് വോൺ ദ റൈസ് എന്ന് പറയുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി റൈസിൽ ജയിച്ചു എന്ന് പറയും. അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, വിൻസ് എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. അപ്പോൾ ശ്രദ്ധിച്ചോളണം, സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കോൺസെപ്റ്റായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യാൻ. ഓയിൽ ആൻഡ് വാട്ടർ നമ്മൾ രണ്ടാണ്, പ്ലൂറൽ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ. അപ്പോൾ കുറേ റൂളുണ്ട് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന ടോപ്പിക്കിനകത്ത്. ഒരു 30-35ഓളം റൂളുണ്ട്. ആ റൂളെല്ലാം പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസറെല്ലാം എഴുതാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, പഠിക്കുക. അടുത്തത്, നോ പ്രൈസ് ഓർ മെഡൽ ഡാഷ് ഗിവൻ ടു ദ ബോയ് തോ ഹീ സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻ. നോ പ്രൈസ് ഓർ മെഡൽ ഡാഷ് ഗിവൻ ടു ദ ബോയ് തോ ഹീ സ്റ്റുഡ് ഫസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻ. ഇപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താണ്? പരീക്ഷയിൽ ആദ്യം എത്തിയിട്ടും, പരീക്ഷയിൽ ഫസ്റ്റ് എത്തിയിട്ടും അവന് പ്രൈസോ മെഡലോ ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അറിയാം, ഇവിടെ നിന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സംഭവം പാസ്റ്റാണ് അല്ലേ. സ്റ്റുഡ് വന്നിട്ടുണ്ട്, പാസ്റ്റാണ്. പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതായത് പരീക്ഷയിൽ അവൻ ആദ്യം എത്തിയിട്ടും, പരീക്ഷയിൽ അവൻ ആദ്യം എത്തിയിട്ടും പ്രൈസോ മെഡലോ ഒന്നും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പം പ്രസൻറ്റിലുള്ള ആറും ക്യാൻസൽ ചെയ്യാം, ഹാവ് ബീനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് വാസും വേറുമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് സിംഗിളറാണോ പ്ലൂറലാണോ എന്നാണ്. നോ പ്രൈസ് ഓർ മെഡൽ ഡാഷ് ഗിവൻ ടു ദ. അപ്പോൾ മനസ്സിലായി നമുക്ക് എന്താണ്, സിംഗിളറാണ് അല്ലേ, സിംഗിളറാണ്. നോ പ്രൈസ് ഓർ മെഡൽ എന്ന് പറയുമ്പോൾ സിംഗിളറാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, വാസ്.
അപ്പം ശ്രദ്ധിക്കുക, നോ പ്രൈസ് ഓർ മെഡൽ ഡാഷ് ഗിവൻ ടു ദ ബോയ് തോ ഹി സ്റ്റൂഡ് ഫസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻ. ഇപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായി. വാസ് ഓർ വേറെ ആയിരിക്കും വരുന്നത്. ഇപ്പം നോ പ്രൈസ് ഓർ മെഡൽ എന്ന് പറയുമ്പം സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. വാസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് സ്റ്റഡിയിങ് ആൾജിബ്ര. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് സ്റ്റഡിയിങ് ആൾജിബ്ര. അപ്പോൾ വൺ ഓഫ് വരുമ്പോൾ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് കേട്ടോ. വൺ ഓഫ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ്. പ്ലൂറൽ നൗണും സിംഗുലർ വെർബ്. അപ്പോൾ ഇവിടെ വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ വന്നിട്ടുണ്ടല്ലേ, സ്റ്റുഡൻസ് പ്ലൂറൽ നൗൺ വന്നിട്ടുണ്ട്. സിംഗുലർ വെർബാണ് യൂസ് ചെയ്യാൻ. സിംഗുലർ വെർബ് ആകുമ്പം എ അല്ലെങ്കിൽ സി എ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബിയും ക്യാൻസൽ ചെയ്യാം, ഡിയും ക്യാൻസൽ ചെയ്യാം. പിന്നീട് എ അല്ലെങ്കിൽ സി, ഹാസ് ബീൻ അല്ലെങ്കിൽ ഈസ്. ഇപ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് സ്റ്റഡിങ് ആൾജിബ്ര. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് സ്റ്റഡിങ് ആൾജിബ്ര എന്നാണ് വരുന്നത്. ഹാസ് ബീൻ നമ്മൾ യൂസ് ചെയ്യത്തില്ല കേട്ടോ. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് സ്റ്റഡിങ് ആൾജിബ്ര എന്നാണ് പറയുന്നത്. ഇവിടെ ടൈം എക്സ്പ്രഷൻ തന്നെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് സ്റ്റഡിങ് ആൾജിബ്ര. അടുത്ത ക്വസ്റ്റ്യൻ. ആൾ ഓഫ് ദ സെയിൽസ്മാൻ ഇൻക്ലൂഡിങ് മിസ്റ്റർ സ്റ്റോൺ ഡാഷ് അറ്റ് ദ മീറ്റിംഗ് വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ ഓഫീസ്. ആൾ ഓഫ് ദ സെയിൽസ്മാൻ ഇൻക്ലൂഡിങ് മിസ്റ്റർ സ്റ്റോൺ ഡാഷ് അറ്റ് ദ മീറ്റിംഗ് വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ ഓഫീസ്. ഇപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താണ്? എല്ലാ സെയിൽസ്മാനും അല്ലേ, മിസ്റ്റർ സ്റ്റോൺ ഉൾപ്പെടെ എല്ലാ സെയിൽസ്മാനും മീറ്റിങ്ങിനുണ്ടായിരുന്നു അല്ലേ. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ ഓഫീസ്. ആൾ ഓഫ് ദ സെയിൽസ്മാൻ ഇൻക്ലൂഡിങ് മിസ്റ്റർ സ്റ്റോൺ ഡാഷ് അറ്റ് ദ മീറ്റിംഗ് വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ ഓഫീസ്. ഞാൻ ഓഫീസിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ എല്ലാ സെയിൽസ്മാനും അതുപോലെ തന്നെ മിസ്റ്റർ സ്റ്റോൺ ഉൾപ്പെടെ എല്ലാ സെയിൽസ്മാനും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത്. ഞാൻ വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ ഓഫീസ്, ഞാൻ ഓഫീസിൽ എത്തിച്ചേർന്നപ്പോഴേക്കും മിസ്റ്റർ സ്റ്റോൺ ഉൾപ്പെടെ എല്ലാ സെയിൽസ്മാനും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം അവിടെ നിന്ന് തന്നെ നമുക്ക് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ വാസോർ വേറെ ആയിരിക്കും വരുന്നത്. അപ്പം ഈസും ക്യാൻസൽ ചെയ്യാം, ആറും ക്യാൻസൽ ചെയ്യാം. വാസോർ വേറെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻക്ലൂഡിങ് ആണ്. ഇൻക്ലൂഡിങ് വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇൻക്ലൂഡിങ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുന്നതിനായി സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം എഴുതേണ്ടത് കേട്ടോ. ഇൻക്ലൂഡിങ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിക്കുന്നതിനായി സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനെ അനുസരിച്ചായിരിക്കണം എഴുതേണ്ടത്. നമ്മളിവിടെ നോക്കുക, ഇൻക്ലൂഡിങ് വന്നിട്ടുണ്ട്. അപ്പം ആൾ ഓഫ് ദ സെയിൽസ്മാൻ, ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആൾ ഓഫ് സെയിൽസ്മാൻ ആണല്ലേ. ആൾ ഓഫ് ദ സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, നമുക്ക് അറിയാം. ആൾ ഓഫ് ദ സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അത് മാത്രമല്ല നമ്മൾ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും. എന്താണ്? എപ്പോഴാണ് ഞാൻ ഓഫീസിൽ എത്തിച്ചേർന്നത് അപ്പോൾ മിസ്റ്റർ സ്റ്റോൺ ഉൾപ്പെടെ എല്ലാ സെയിൽസ്മാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഓഫ് ദ സെയിൽസ്മാൻ എന്ന് പറയുന്നത് പ്ലൂറലാണ്. പ്ലൂറലാകുമ്പോൾ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? വാസാണോ വേറാണോ? വേറാണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, വേർ. അപ്പോൾ ആൾ ഓഫ് ദ സെയിൽസ്മാൻ ഇൻക്ലൂഡിങ് മിസ്റ്റർ സ്റ്റോൺ ഡാഷ് അറ്റ് ദ മീറ്റിംഗ് വെൻ ഐ അറൈവ്ഡ് അറ്റ് ദ ഓഫീസ്. അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ നമുക്ക് പ്രസൻറ്റിൽ തന്നിട്ടുള്ള വെർബ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈസും ആറും ക്യാൻസൽ ചെയ്യാം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഇൻക്ലൂഡിങ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മൾ വെർബ് എഴുതേണ്ടത്. അപ്പം ഇൻക്ലൂഡിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആൾ ഓഫ് ദി സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലൂറലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? പ്ലൂറൽ വെർബ് ഉപയോഗിക്കും. പ്ലൂറൽ വെർബായിട്ട് ഇവിടെ ഉള്ളത് വേറാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.